പൂന്തുറയിലെ ഒരു വീട്ടിൽ കഴിഞ്ഞ 2 മാസമായി വാട്ടർ ബില്ല് വരുന്നത് എത്ര രൂപയാണെന്നറിയൂ? എത്രയായിരിക്കും? 300, 3000? അല്ല, 30,000-ന് മുകളിൽ. വാട്ടർ അതോറിറ്റിയിൽ അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാർച്ച് മാസമാണ് കുടുംബം വാട്ടർ കണക്ഷൻ എടുക്കുന്നത്. ആദ്യത്തെ മാസങ്ങളിൽ സാധാരണ നിലയിലുള്ള വാട്ടർ ബില്ലാണ് വന്നതെങ്കിലും കഴിഞ്ഞ 2 മാസമായിട്ടാണ് ബിൽ കുത്തനെ ഉയർന്നത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഈ ബില്ല് എന്തുകൊണ്ട് ഇത്രയും വരണമെന്ന് പറഞ്ഞപ്പം അത് ഇപ്പോൾ നിങ്ങൾ ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ ലീക്ക് ആണ്, നിങ്ങൾ ലീക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ലീക്ക്? നിങ്ങൾ വന്ന് നോക്കുക, ലീക്കുള്ള ഇടം കാണിക്കുക. പിന്നെ അവസാനം അവർ പറയുന്നത് മീറ്റർ മാറ്റി വയ്ക്കണം, ലീക്കാണ്. രണ്ടാമത് നാം വീണ്ടും കാണാണ്, നിങ്ങൾ പൈസ അടയ്ക്കണം, അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മത്സ്യത്തൊഴിലാളിയാണ്, മത്സ്യം കൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഇത്ര എമൗണ്ട് അടയ്ക്കാൻ പറ്റില്ല. ഈ എമൗണ്ട് ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടണം. അപ്പോൾ അല്ല, അത് പറ്റൂല, നിങ്ങൾ അടച്ചേ പറ്റുള്ളൂ എന്ന് നാം പറഞ്ഞു. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഊരിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉപ്പുവെള്ളം കോരി കുടിക്കാം. ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറയാണ്, അത് നിങ്ങൾ ഈ 38,800 രൂപ ബില്ല് വന്നതിൽ നിങ്ങൾക്കൊരു 7,000 രൂപ ലീക്കിന് കുറച്ച് തരാം. 316 രൂപയുടെ ബില്ല്, ഈ ബില്ലാണ് ഞങ്ങളുടെ ബില്ല്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ബില്ല്. ഇതേ കണക്കിൽ തന്നെ ഞങ്ങൾ ബില്ലടയ്ക്കും, ഇതിൽ 1 രൂപ പോലും ഞങ്ങൾ അടയ്ക്കില്ലെന്ന് പറഞ്ഞു. അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട്. അഞ്ജന, ഈ ചേട്ടൻ്റെ ബില്ലിൽ 0 കൂടിപ്പോയതാണോ കുഴപ്പം? 2-3 0 വെറുതെ ഇട്ട് കൊടുത്തു. എന്താ സംഭവിച്ചത് അഞ്ജന? അരുൺ, കഴിഞ്ഞ 2 മാസങ്ങളായാണ് ഇത്രയും ഉയർന്ന ബിൽ പൂന്തുറയിലെ ഒരു വീട്ടിൽ അവർക്ക് ലഭിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ 34,000 ആയിരുന്നു ബില്ല് വന്നത്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനമായി നവംബർ മാസത്തിൽ വന്നത് 38,000 ആണ്. ഇവർ മാർച്ച് മാസത്തിലെടുത്ത കണക്ഷനാണ്. ആദ്യ മാസങ്ങളിലൊക്കെ സാധാരണഗതിയിലുള്ള ബില്ല് തന്നെയായിരുന്നു. നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഉപയോഗം പോലെ സാധാരണ നിലയിലുള്ള ഉപയോഗം മാത്രമേ ഇവരും നടത്തുന്നുള്ളൂ. എന്നാൽ ഈ അടുത്ത 2 മാസങ്ങളിൽ വന്നതാണ് ഏറ്റവും ഉയർന്ന ബിൽ. ഈ 38,000 രൂപയൊക്കെ എങ്ങനെയാണ് അടയ്ക്കാൻ കഴിയുന്നതെന്ന് ഇവർ വാട്ടർ അതോറിറ്റിയിലും ചോദിച്ചിരുന്നു. എന്നാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അവിടുന്ന് ലഭിച്ചൊരു മറുപടി. ഇവർ പരാതി നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി അവിടെ പരിശോധന നടത്തിയിരുന്നു. ലീക്കിന്റെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നോക്കിയിരുന്നു. ലീക്കാണെങ്കിൽ ഒരു 7,000 രൂപ കുറയ്ക്കാൻ കഴിയും, ബാക്കി തുക മുഴുവൻ അടയ്ക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ അവിടുന്ന് നൽകിയിരിക്കുന്നത്. 38,000-ൽ നിന്ന് 7,000 കുറച്ചു കഴിഞ്ഞാൽ 31,000 രൂപ. 5 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഡോക്ടർ അരുൺ. ഭാര്യയും ഭർത്താവും മക്കളും മാത്രമുള്ള ഒരു വീടാണ്. നടക്കുന്നുള്ളൂ. ഇല്ല അരുൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. തനിക്ക് കൃഷിയോ അങ്ങനത്തെ കാര്യങ്ങളോ വെള്ളം കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് ആ ഗൃഹനാഥനും വീട്ടിലുള്ളവരും എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. മത്സ്യത്തൊഴിലാളികളാണ്, സാധാരണക്കാരാണ്, വലിയ വരുമാനമൊന്നും ഇല്ലാതെ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇത്രയും വലിയൊരു ബില്ല് അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഈ പൂന്തുറ പ്രദേശത്ത് മറ്റു ചില വീടുകളിലും ഇതുപോലെ ഉയർന്ന ബില്ല് വന്നിട്ടുണ്ട്. പലരും ആ തുക അടയ്ക്കേണ്ടിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള പരാതികൾ ആ ഭാഗത്തെ പല വീടുകളിലും ഉണ്ട്. ലീക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ? എയോട് പറയുന്ന സമയത്ത് ലീക്ക് ഉള്ളത് കൊണ്ട് 7,000 രൂപ കുറച്ച് തരാം. 314 രൂപ ബില്ല് വന്നുകൊണ്ടിരുന്നിടത്ത് 32,000 രൂപയുടെ ബില്ല് വരിക. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് ഈ എയ്യൊക്കെ ഇവരോട് പറയുക 7,000 രൂപ കുറച്ച് തരാം, 31,000 രൂപ അടയ്ക്കാം എന്ന് പറയുക.